ഓം ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭാവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ആനന്ദസ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം മനഃശുദ്ധി. ആർജവം, കാരുണ്യം, സ്നേഹം, മാർദ്ദവത്വം, ധൈര്യം, ലജ്ജ, ദ്വേഷമില്ലായ്മ, ഏകാഗ്രത ഇവകൾ മനഃശുദ്ധിയെ ഉളവാക്കുന്നു. പ്രിയരെ, വാസനയും സങ്കല്പവും ചിന്തയും മനസ്സിന്റെ സ്വഭാവങ്ങളാണ്. ചിത്രങ്ങൾ മാറി മാറി പതിയുന്ന ഒരു വെള്ളിത്തിര പോലെ മനുഷ്യന്റെ ഉള്ളിലിരുന്ന് ഈ ലോകത്തെ അവന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഈ മനസ്സാണ്. ഒരുവനെ ഇക്കാണുന്ന പ്രപഞ്ചത്തിലേക്കും പ്രപഞ്ചത്തെ ഒരുവനിലേക്കും അടുപ്പിക്കുന്നതും വ്യവഹരിപ്പിക്കപ്പെടുന്നതും മനസ്സിന്റെ വൃത്തിയാണ്. ഇങ്ങനെ വസ്തുബോധം നൽകുന്ന മനസ്സ് ഉള്ളതിനെ ഇല്ലാത്തതായും ഇല്ലാത്തതിനെ ഉള്ളതായും ഒന്നിനെ പലതായും അറിയിക്കുന്ന മഹാമാന്ത്രികൻ കൂടിയാണ്. മനസ്സിന്റെ സാന്നിധ്യം കൂടാതെ യാതൊന്നു തന്നെ ഉണ്ടായിരിക്കുന്നില്ല. ചിന്തിക്കുന്നതും പഠിക്കുന്നതും ഓർക്കുന്നതും പ്രവൃത്തികൾ ചെയ്യുന്നതുമെല്ലാം മനസ്സിന്റെ ഓരോരോ ഉണർവുകളിലാണ്. അങ്ങനെയുള്ള മനസ്സ് ശുദ്ധമല്ലെങ്കിൽ ആ മനസ്സിലൂടെ സംഭവിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും വിചാരങ്ങളിലും അശുദ്ധതയുണ്ടായിരിക്കുന്നതാണ്. മനസ്സിന്റെ മലിനപ്പെടലിലൂടെ മനുഷ്യനും അവന്റെ ജീവിതവും അവൻ വ്യവഹരിക്കുന്ന ലോകവും മലിനപ്പെടും. അതിനാൽ മനസ്സ് ശുദ്ധമായിരിക്കേണ്ടത് ജീവിതത്തിന്റെ ശുദ്ധിക്കും നിലയ്ക്കും ഭദ്രതയ്ക്കും അഭ്യുന്നതിക്കും ഏറ്റവും അത്യാവശ്യമാണ്. ആർജവം, കരുണ, സ്നേഹം, സമഭാവന, ധൈര്യം, ലജ്ജ, കോപവും ക്ഷോഭവും, ക്രൂരതയില്ലായ്മ, പ്രാർത്ഥനാപൂർവമുള്ള ഏകാഗ്രത ഇവകളും ഇവകളുടെ വേണ്ടപ്രകാരമുള്ള സംയോജിക്കലും മനസ്സിനെ ശുദ്ധിപ്പെടുത്തിവെക്കാനുള്ള ഉപായങ്ങളായിരിക്കുന്നു. ഇവകൾ കൊണ്ട് യഥാകാലം മനസ്സ് ശുദ്ധമാക്കി ജീവിതത്തിൽ ശ്രേയസ് അനുഭവിക്കണം. സ്നേഹപൂർവ്വം രഞ്ജൻ, കയനാട്.